അളിയനൊന്നും തോന്നരുത്. വീട് വിൽക്കല്ലാതെ വേറൊരു മാർഗം കണ്ടില്ല. അതിനാർക്കാ റൂഫെ പരാതി? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അളിയനൊന്നും പറയാത്തോണ്ടാ ഒരിടങ്ങേറ്. ഞാനെന്തിനാ പറയുന്നത്? ഉപ്പാന്റെ സ്വത്ത് വെക്കരുതെന്ന് ഞാനെങ്ങനെ പറയാ? പെങ്ങന്മാർ കൂടി അവകാശപ്പെട്ട സ്വത്തല്ലേ? പെങ്ങന്മാർക്ക് എന്താ അവകാശ? വീടിന്റെ ഉടമ ജീവിച്ചിരിക്കുമ്പോൾ മറ്റാർക്കും ഒരു അവകാശമില്ല. ഉടമന്റെ കാലശേഷം വല്ലതും ബാക്കിയുണ്ടെങ്കിലേ അവകാശികളുള്ളൂ. ആ കാര്യം വിട്. എനിക്കിപ്പോൾ നിന്നെ സഹായിക്കാൻ കഴിയാത്തതിലുള്ള വിഷമേ ഉള്ളൂ. 5000 10,000 ഒക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും തിരിമറിയുക. സൗദിയിലുള്ള ലത്തീഫളിനോട് ചോദിക്കുന്നതിലുണ്ട് ഒരന്തക്കേട്. പോയിട്ട് 4-5 മാസമല്ലായിട്ടുള്ളൂ. അതുകൊണ്ടാ ഇങ്ങനൊരു സാഹസത്തിന് മുതിർന്നത്. പിന്നെപ്പോ കുടുംബക്കാരടുത്തും നാട്ടുകാരടുത്തും പോയി തെണ്ടണം. 10,000 ചോദിച്ചാൽ 1000 2000 എടുത്തു തരും. പിന്നെ കുറേ കാലം ഓല മുമ്പിൽ തലയും കുനിച്ച് നടക്കും വേണം. ഏതായാലും ആ കാര്യം വിട്. വീട് വിറ്റതിൽ എനിക്കൊരു പരാതിയുമില്ല. അല്ലെങ്കിലും ഈ 6 സെന്റ് സ്ഥലവും വീടും എനിക്ക് കിട്ടുമെന്ന് കരുതിയിട്ടല്ലോ ഞാൻ നിന്റെ പെങ്ങളെ കെട്ടിയത്. നീ പോയി നല്ലൊരു പണിയിലൊക്കെ ആവട്ടെ. ബാക്കി കാര്യമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ലത്തീഫ് അളിയനോടും വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മൂപ്പർക്ക് എന്താ തോന്നുന്നതെന്ന് പഠിച്ചോനറിയാം. എൻ്റെ അഭിപ്രായത്തിൽ മൂപ്പർക്ക് ഒരു പരാതി ഉണ്ടാവില്ല. എന്നാലും മൂപ്പർക്കൊന്ന് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചാളാ. അതൊരു മര്യാദയാണല്ലോ. ആയിക്കോട്ടെ, ഇന്നെ വിളിച്ച് സംസാരിക്കാം. ആയിക്കോട്ടെ. അളിയ, ഞാൻ പോയാൽ നിങ്ങൾ ഇടയ്ക്കൊക്കെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. വാപ്പാനെ കൊണ്ടൊന്നും കഴിയില്ല, നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെ നീ പറയാതെ തന്നെ ഞാൻ ചെയ്യൂലേ. അല്ല, അതെനിക്കറിയാം. എന്നാലും ഒരു മനസ്സമാധാനത്തിന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ശരി. ഉമ്മ എന്താടാ? ഉറങ്ങിയോ? ഇല്ല. എന്നാ രണ്ടാളും കൂടി ഒന്ന് പുറത്തു കയറി. നിങ്ങൾ കേട്ടിരിക്കുമ്മ. ഇപ്പം ഇരിക്കി. എന്താടാ? എന്താ? അതെ, എനിക്ക് പോകാൻ ഇനി 2 ദിവസം കൂടി ബാക്കിയുള്ളൂ. നാളെ മറ്റന്നാളായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്. അതിൻ്റെ പുറമെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പെങ്ങന്മാരും കുട്ടികളും വന്നാൽ പിന്നെ ഒരു കാര്യം സംസാരിക്കാനും ഒഴിവിട്ടില്ല. അതുകൊണ്ട് പറയാനുള്ളതൊക്കെ ഇപ്പം തന്നെ പറഞ്ഞു തീർക്കാമെന്ന് വെച്ചു. എന്താ അപ്പം അതിന് മാത്രം പറയാനുള്ളത്? ഒന്നുമില്ല, എനിക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയാ. ആദ്യമായിട്ട് പറയാനുള്ളത്, ഇന്നോർത്ത് രണ്ടാളും വിഷമിക്കരുതെന്നാ. ലക്ഷക്കണക്കിന് ആൾക്കാർ ഗൾഫിൽ പോകാൻ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതിലൊരാളാണ് ഞാനെന്നാണ് കൂട്ടിയാൽ മതി. ആചാര്യ തന്ന 1.5 ലക്ഷത്തിൽ 1.25 ട്രാവൽസ് കൊടുത്തു. ബാക്കിയുള്ളത് കൊണ്ട് കടങ്ങളൊക്കെ വീട്ടി. എനിക്ക് പോകാനുള്ള ഡ്രസ്സും ബാഗൊക്കെ വാങ്ങി. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതും വാങ്ങി. അതിൽ ബാക്കിയില്ലേ 3650 ഉറുപ്പ്യ ഇതാ ഉപ്പ കയ്യിൽ വെച്ചോളി. വേണ്ട, അനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അല്ല, ദുപ്പാൻ്റെ കയ്യിൽ നിന്നുണ്ടേ. ഇത് എൻ്റെ കയ്യിൽ തന്നെ വെച്ചോ. അനക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അത്യാവശ്യത്തിന് 1000 ഉറുപ്പ്യ എൻ്റെ കയ്യിലുണ്ട്. തൽക്കാലം അത് മതി. പിന്നെ ഇതാ ഈ ബുക്കിൽ ഞാൻ കൊടുക്കാനുള്ള ചില ഇടപാടുകളുണ്ട്. ആചാര്യ അടുത്ത് നിന്ന് 50,000 ബാക്കി കിട്ടാണ്ടല്ലോ. അത് കിട്ടിയാൽ ഈ ഇടപാടുകൾ മുഴുവൻ തീർക്കണം. ഇതിൽ ചില ഇടപാടുകളൊക്കെ തന്നോരെന്നെ മറന്നിട്ടുണ്ടാവും. ചിലതൊക്കെ എഴുതി തള്ളിയിട്ടുണ്ടാവും. കുറേ കണക്കൊക്കെ ആളുകൾ ചോദിച്ച് മടുത്തു. എവിടെ നിർത്തി കൊടുക്കാനാ? ഏതായാലും അതൊക്കെ നമുക്ക് വീട്ടാം. ഇത്രയും വലിയ സംഖ്യ എങ്ങനെയാ കടണ്ടായതെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും. കൊറേ കാലായിട്ട് ഇപ്പൊ ഒരേലെ ചെലവൊക്കെ നടത്തുന്ന ഈയല്ലേ? ഞങ്ങളൊക്കെ എന്തെങ്കിലും അറിയുന്നുണ്ടോ? അപ്പൊ പിന്നെ കടമില്ലാണ്ടിരിക്കുന്ന എങ്ങനെ? ഇങ്ങനൊക്കെ ആയിട്ടും ഇത്രേ കടമുള്ളൂന്നാ എൻ്റെ അത്ഭുതം. ഏതായാലും ഈ കുറേ ഭാരം വലിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ ചെന്ന ഉടനെ അഡ്രസ്സും ഫോൺ നമ്പറും അയച്ചു തരാം. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ഉടനെ എന്നെ അറിയിക്കണം. നിങ്ങളിവിടെ സുഖമായിട്ട് കൈയുണ്ടെന്ന് കേട്ടാലേ എനിക്കവിടെ മനസ്സമാധാനം കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് രണ്ടാൾക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ പറഞ്ഞോളി. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പോയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി ദുആരക്കാണ് ഞാൻ. എനിക്ക് എൻ്റെ മോനോട് ഒരു വസിയത്തേ പറയാനുള്ളൂ. അവിടെ ചെന്നിട്ട് ഹലാലായ രീതിയിലേ പൈസ ഉണ്ടാക്കാവൂ. അതിപ്പോൾ കുറച്ച് കുറഞ്ഞാലും തിരക്കേടില്ല. അതിലേ ബർക്കത്തുണ്ടാവുള്ളൂ. ഈ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നതാണെന്ന് എനിക്കറിയാം. ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. തട്ടിപ്പും വെട്ടിപ്പും കള്ളത്തരൊക്കെ ആയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ ഗൾഫിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ പൈസ കൊണ്ട് വലിയ ബംഗ്ലാവ് ഉണ്ടാക്കണേക്കാട്ടി നല്ലത്
ഒരു ചെറിയ ചെറ്റപ്പുരയാ. അതുകൊണ്ട് അർഹതയില്ലാത്ത ഒരു ഉറുപ്പ്യ പോലും എൻ്റെ സമ്പാദ്യത്തിൽ ഉണ്ടാവരുത്. അത് ഈ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാ, രണ്ടാളും കൂടി ഉറക്കം വയ്ക്കണ്ട, കിടന്നോളി.